പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന 19-ാം സങ്കീർത്തനം 7-ാം വാക്യം. സാംസ് 19 വേർഡ്സ് 7. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവവചനം ധ്യാനിക്കുന്നവന്, അത് എടുക്കുന്നവരെ, അതനുസരിക്കുന്നവരെ, അത് ധ്യാനിക്കുന്നവരെ, അത് വായിക്കുന്നവരെ ദൈവം കൈവിടുകയില്ല. അത് നമ്മുടെ പ്രാണനെ, നമ്മുടെ സന്ധിമച്ചകളെയൊക്കെയും തണുപ്പിക്കും. നമുക്കൊരു ശാന്തത, ഒരു സമാധാനം, സന്തോഷം ഒക്കെ തരാൻ ഈ ന്യായപ്രമാണത്തിന് സാധിക്കും. അത് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി സമയം വേർതിരിക്കുക. അത് മാത്രമല്ല, യഹോവയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസ്യമാകുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവാണ്. ആ കർത്താവ് നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവൻ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. നമുക്ക് കുറവുണ്ട്, കുറ്റങ്ങളുണ്ട്, ജ്ഞാനത്തിൽ കുറവുള്ളവരാണ്, ബുദ്ധിയിൽ കുറവുള്ളവരാണ്. എന്നാൽ നമ്മളെ ജ്ഞാനിയാക്കുന്ന കർത്താവ്, ആ യേശുവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഇന്ന് ഈ രാവിലെ സമയത്ത് സമർപ്പിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.